ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെടുത്ത സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. ആ സംഭവങ്ങളോട് പ്രതികരിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ. സർ നമസ്കാരം. വലിയ വിവാദമായിരിക്കുകയാണ്. ഇവിടെ ശസ്ത്രക്രിയ ചെയ്ത ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നും ഒരു ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത്. ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ്? വളരെ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് 2021 5-ാം മാസം 10-ാം തീയതിയാണ് ഈ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആകുന്നത്. ഇത് ഗൈനക്കോളജി വിഭാഗം HOD മേധാവി, അന്നത്തെ മേധാവിയുടെ യൂണിറ്റിലാണ് അഡ്മിറ്റ് ആകുന്നത്. അതെ, അന്ന് ഡോക്ടർ ലളിതാംബിക മാഡമാണ്. വയറിൽ ഒരു സ്കാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മുഴയാണ്. അത് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള സർജറിക്ക് പോസ്റ്റ് ചെയ്തു. 12/5/2021 ഓപ്പറേഷൻ ചെയ്തു. ഏകദേശം 3.2 kg തലയോളം നിന്ന് മഴയാണ് നീക്കം ചെയ്തത്. അപ്പോൾ അന്നത്തെ കേസ് പരിശോധിച്ചപ്പോൾ മാഡത്തിൻ്റെ യൂണിറ്റിലാണെങ്കിൽ മാഡത്തിൻ്റെ യൂണിറ്റിൻ്റെ അസിസ്റ്റൻസുകളാണ് ഈ കേസ് ചെയ്തിരിക്കുന്നത്. 3 ഡോക്ടർമാർ അതിനകത്തുണ്ട്. 3 സർജന്മാരാണ് സാർ, ഗൈനക്കോളജിസ്റ്റുകളാണ്, ഗൈനക്കോളജിസ്റ്റുകളാണ്. അതിൽ ഒരു സീനിയർ റെസിഡൻറ്റ്, ഒരു PG ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തത് അനസ്തീഷ്യ ടീം, സ്ക്രബ് നഴ്സ്, തിയേറ്റർ ഇൻചാർജ് സിസ്റ്റർ, ഇത്രയും പേരുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഓപ്പറേഷന് ശേഷവും ഇവർ കാര്യങ്ങൾ ഓപ്പറേഷന് സമയത്ത് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇടയ്ക്ക് ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നെങ്കിലും ഓപ്പറേഷൻ വിജയകരമായിരുന്നു. ഓപ്പറേഷന് ശേഷവും ഓപ്പറേഷൻ നോട്ട്സ് പറയുന്നത് എല്ലാ കൃത്യമായ കൗണ്ടുകളല്ല, ഇൻസ്ട്രുമെൻസിൻ്റെയും വൈപ്സിൻ്റെയും മോപ്സിൻ്റെയൊക്കെ കൗണ്ട് കൃത്യമായി നോക്കിയതിന് ശേഷം തന്നെയാണ്, രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റിയത്. അതായത് ശസ്ത്രക്രിയ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ശസ്ത്രക്രിയയ്ക്ക് മുമ്പും അതിനുശേഷവും ഉണ്ടായിരുന്ന ഉപകരണങ്ങളെ കൗണ്ട് ചെയ്ത് അത് കറക്റ്റാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് നഴ്സസ് നോട്ട്സും പിന്നെ കേസ് ഷീറ്റും, അന്നത്തെ കേസ് ഷീറ്റും പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ചെയ്തത്. പിന്നെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് കോവിഡ് സമയത്താണ് സർജറി നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് കയറ്റുന്നതിന് മുമ്പും അതിനുശേഷവും ഇത് റെക്കോർഡിക്കലായിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താറുണ്ട്. അത് സ്റ്റാഫിലെ ഫ്ലോർ നേഴ്സിനും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ രേഖപ്പെടുത്താനുള്ള ആളുകൾ ഷോർട്ടേജ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഷോർട്ടേജ് ഉണ്ടായിരുന്നു, തീർച്ചയായും ഷോർട്ടേജ് ഉണ്ടായി. കാരണം കോവിഡ് കാലമായിരുന്നു, കോവിഡിൻ്റെ 2ാം ഘട്ടമായിരുന്നു, ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പം സ്ക്രബ് നഴ്സ് തന്നെ വളരെ കുറവായിരുന്നു. ആ ഒരു നഴ്സ് തന്നെയാണ് ഈ മേജർ കേസിനും പിന്നെ അത് കഴിഞ്ഞുള്ള 2 എമർജൻസി കേസുകൾക്കും പരിചരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കേസിന് കയറുമ്പോൾ PP കിറ്റ്, ഗ്ലൗസ്, മാസ്ക് ഇതെല്ലാം ഇട്ട് ഒരു അല്ലാത്ത രൂപത്തിലാണ് നമ്മൾ സാധാരണ നോർമലി കയറുന്നത് പോലെയല്ല. കോവിഡ് ആശുപത്രിയായിരുന്നു. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ ഇൻചാർജ് സിസ്റ്റം സഹായിക്കാനും. ഇപ്പോൾ ഈ ഫ്ലോർ നഴ്സ് എന്നുള്ള സംവിധാനം നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല. കാര്യം സ്റ്റാഫ് അത്ര ഇല്ല, 1-2 പേരെ ഡ്യൂട്ടി കാണത്തുള്ളൂ. അത് വെച്ചാണ് നമ്മൾ ഇത്രയും മാക്സിമം കേസുകൾ മാനേജ് ചെയ്ത് പോയിരുന്നത്. അവരിവിടെ ആശുപത്രിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ നാസറിനെ കണ്ടിരുന്നു. അപ്പോൾ ഇത് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും സർ സ്കാനിങ്ങിൽ കണ്ടെത്തുന്നത്? അത് സ്കാനിങ്ങിൽ കണ്ടെത്തേണ്ടതാണ്, എന്താണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അതേശം എക്സ്റേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ അതിൽ തന്നെ എനിക്ക് കൗതുകകരമായി തോന്നിയ ഡോക്ടർ ലളിതാംബികയുടെ ഒരു വിശദീകരണമാണ്. അതായത് ഇത് എത്ര നാൾ വയറ്റിലിരുന്നാലും കുഴപ്പമില്ല, 20 മുതൽ 50 വർഷം വരെയൊക്കെ വയറ്റിലിരുന്നാലും ഇങ്ങനൊരു ഉപകരണം വരുന്നതെന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണോ? അതെ, ഇത് മാഡം പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ഹൈ എൻഡ് സ്റ്റീൽ മെയ്ഡ് ഫോസപ്സ് ആണ്. ഇത് കത്രിയല്ല. ഇത് ടെമ്പററി ആയിട്ട് ബ്ലഡിനെ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ടിഷ്യൂ ഹോൾഡ് ചെയ്യാനും വേണ്ടിയൊക്കെ ഉള്ള ഒരു ഫോസപ്സ് എന്നാണ്, ആർട്ടറി ഫോസപ്സ് എന്ന്. ഈ ആർട്ടറി ഫോസപ്സ് സ്റ്റെറൈലാണ്. സ്റ്റെറൈൽ പ്രിപ്പറേഷനിൽ തന്നെയാണ് നമുക്ക് കേസിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ കൈ ഒടിയുമ്പോൾ കമ്പിയും സ്ക്രൂ ഇടത്തില്ലേ, അത് വർഷങ്ങളോളം ഇരിക്കാം, അത് ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെയാണ് ഇത് ഇതിനകത്ത് ഉൾപ്പെട്ടു പോയത്. എങ്ങനെ ഉൾപ്പെട്ടതായിരിക്കും എന്നാണ് സാർ? അതാണ് അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളൊരു സാധനം സ്ക്രൂ ചെയ്ത് വെക്കുന്ന പോലെ അല്ല ഒരു സാധനം യാതൊരുവിധ ഹോൾഡ് ഇല്ലാതെ കിടക്കുക എന്ന് പറയുമ്പോൾ ഈ കൗണ്ടുകൾ കൃത്യമായിട്ട് നോക്കുകയും പരിശോധിക്കുകയും ഓപ്പറേഷൻ ശേഷവും ചെയ്ത് കാണും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ അറിയാതെ എടുത്തത് അത് മിസ്സാകുന്നതാണ്. ഈ ബ്ലഡും ഇത് ഫാറ്റും ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ഇരിക്കും, അറിയത്തില്ല. അത് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. മൂത്രത്തിൽ കല്ല്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ബ്ലഡ് പോകുന്ന, അങ്ങനെ രക്തസ്രാവം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതെ, ബ്ലഡ് ഇൻ യൂറിൻ കണ്ടെന്നത്, രക്തസ്രാവമല്ല ഉദ്ദേശിക്കുന്നത്. യൂറിനകത്ത് ബ്ലഡ് കണ്ടെത്തി. അതുകൊണ്ടാണ് യൂറോളജിസ്റ്റ് കണ്ടതും ഈ സ്കാൻ ചെയ്തതും
എക്സ്റേ എടുത്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. സാറേ ഇനി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഡോക്ടർ ലളിതാംബികയായിരുന്നു ആ യൂണിറ്റിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ 3 സർജന്മാർ കയറിയിരുന്നു എന്ന് പറയുന്നു, 2 നഴ്സുമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡോക്ടർ ലളിതാംബിക ഉൾപ്പെടെയുള്ള ആ യൂണിറ്റിന് മുഴുവൻ ഈ വിഷയത്തിൽ റെസ്പോൺസിബിൾ ആണോ, ഉത്തരവാദിത്തമുണ്ടോ അവർക്ക്? റെസ്പോൺസിബിലിറ്റി ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഫർദർ നടപടി എന്താണ്? നമ്മളിപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അവർ എൻക്വയറി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പറേഷനകത്ത് ബന്ധപ്പെട്ട് ഉള്ള ഡോക്ടേഴ്സ് നഴ്സുമാരും ആയാലും പലരും ഇപ്പോൾ നിലവിൽ ഇല്ല, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരല്ല. ഓക്കെ, അപ്പോൾ അതിൽ ചില ഡോക്ടർ റിട്ടയർ ആയിപ്പോയി, ലളിതമ്മയാണോ റിട്ടയർ ആയിപ്പോയി, മറ്റു ഡോക്ടർ പല സ്ഥലങ്ങളിലായി, ബാക്കിയുള്ളവർ 3 പേരും പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓൺലൈനിലായിട്ട് തന്നെ അവരുടെ മൊഴികൾ എടുത്ത ശേഷം നമുക്ക് ആ റിപ്പോർട്ട് ഇന്ന് തന്നെ നമുക്ക് ഒരു 12 മണിക്ക് മുന്നേ തന്നെ നമുക്ക് പ്രിൻസിപ്പളിന് കൈമാറും. പ്രിൻസിപ്പൾ അത് DME കൈമാറും. DME നിന്ന് ഗവൺമെൻറ്റിൽ പോയിട്ട് എന്തെന്ന് വെച്ചാൽ നടപടികൾ അവിടെ നിന്ന് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ശസ്ത്രക്രിയയിൽ പങ്കെടുക്കാത്ത ആളാണല്ലോ ഡോക്ടർ ലളിതാംബിക. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഡോക്ടേഴ്സിൻ്റെയും ഓരോ ആളുകളുടെയും ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് എങ്ങനെയാണ്? അതെ, ഈ ഡോക്ടറിൻ്റെ യൂണിറ്റിലാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈക്വലി റെസ്പോൺസിബിളാണ്. അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സ് എന്തായാലും റെസ്പോൺസിബിളാണ്. അതിൻ്റെ മേലോട്ടുള്ള യൂണിറ്റ് ചീഫിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി, അത് നിയമമല്ലേ, ലീഗലി അത് അസസ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇനി അത് മെഡിക്കൽ ബോർഡാണോ ഇതിനകത്ത് വരുന്നത്? മെഡിക്കൽ ബോർഡ് വരും. ഇപ്പം ഞാനൊരു കേസ് അനസ്തീഷ്യ കൊടുക്കുന്നു, ഞാൻ അനസ്തറ്റിസ്റ്റാണ്, ഞാൻ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ഞാനാണ് എൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, ഇപ്പം എൻ്റെ താഴെയുള്ളൊരു ഡോക്ടറാണ് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ, അഡ്വൈസ് ചെയ്യുന്നതെങ്കിൽ ഞാനും ഈക്വലി അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് ആ കേസിന്. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റില്ല അല്ലേ, ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ അത് ലീഗൽ വാലിഡിറ്റി ഇത് വരുന്നത് അസസ്മെൻ്റ് ആണ്. അപ്പം എത്ര പേരാണ് ഇതിനകത്തുള്ളത്? 6 പേര് ആണോ ഇതിനകത്ത് ഈ ടീമിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്? അതിനകത്ത് ഓപ്പറേഷൻ നോട്ട്സും പ്രകാരം 3 ഗൈനക്കോളജിസ്റ്റും പിന്നെ 3 അനസ്തേഷ്യ ഡോക്ടർമാരും ഇതിനകത്ത് കാണും, പിന്നെ ഒരു സ്ക്രബ് നഴ്സ് കാണുന്നത്. ഇത്രയും പേർക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അല്ലേ? അതിനകത്ത് അവരുടെ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സർജറി ചെയ്ത് തുന്നിക്കെട്ടിയ ആൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം വരില്ലേ? അതൊരു ടീമല്ലേ, ആ ടീമിനകത്തുള്ളവർക്കെല്ലാം അങ്ങനെയാണ്, ടീമിനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്തായാലും ഒരു വീഴ്ച വന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞ തീയതി എല്ലാം കൃത്യമായി കണക്കിൽ ഉണ്ടല്ലോ അല്ലേ ഇവിടെ? അതുണ്ട്. എവിടെയോ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാദൃശ്യമായി എന്തോ സംഭവിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്ന് മെഡിക്കൽ കോളേജ് DMEക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അദ്ദേഹം കംപ്ലീറ്റ് രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഷോർട്ടേജ് അടക്കം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയകൾ അടക്കം നടത്തുന്നത് ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ്. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അത് നടക്കുന്ന സമയത്തും എന്തൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോവിഡ് സമയത്ത് നടന്നൊരു സർജറി ആണെങ്കിലും അതിനകത്തൊരു ഈ പറഞ്ഞ പരാതിക്കാരി ഉന്നയിച്ച സമയത്ത് സർജറി നടന്നിട്ടുണ്ടെന്നും അത്തരം കാര്യങ്ങളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി വിശദമായ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇതിനകത്ത് റിപ്പോർട്ട് നൽകേണ്ടത്. അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയതിനു ശേഷം അദ്ദേഹം ഡോക്ടർ പത്മകുമാർ അത് DMEക്ക് നൽകുന്നതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.